മർക്കോസിൻ്റെ സുവിശേഷം 2:1-12 വരെ. മാർക്ക് 2:1-12. യേശു പക്ഷവാതക്കാരനെ സൗഖ്യമാക്കി. ജീസസ് ഹീൽഡ് ദ പാരലിറ്റിക് മാൻ. ക്രിസ്തുവിൻ്റെ പ്രവർത്തനമാണ്. നമ്മൾ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്ന നമ്മളും ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തു ചെയ്തതുപോലെ പ്രവർത്തിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ദൈവവും നമ്മളുമായിട്ടുള്ള ബന്ധം ശരിയാകും. അതായത് ദ കണക്ഷൻ, ദ റൈറ്റ് സ്റ്റാൻഡിങ് നമ്മളുമായിട്ട് വന്നു കഴിയുമ്പോൾ അറിഞ്ഞോ അറിയാതെ നമ്മൾ പിന്നെ ദൈവം ചെയ്തത് ക്രിസ്തു പറയുന്നത് നമ്മൾ ചെയ്യത്തുള്ളൂ. അതായത് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ചെറുക്കനും പെണ്ണും, അതായത് അവരവരുടെ വീട്ടിൽ അവരവരുടെ സ്വാർത്ഥമായ ഇഷ്ടത്തിൽ അപ്പനമ്മമാരുടെ കരുതലിൽ ജീവിച്ചു കഴിഞ്ഞു. വിവാഹം കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പിന്നെ അവരെ ചെറുക്കനും പെണ്ണും എന്നല്ല പറയുന്നത്, ഭാര്യ ഭർത്താവ് എന്ന പദവിയിലാണ് പിന്നെ പറയുന്നത്. ദറ്റ് പൊസിഷൻ ഹാസ് ചേഞ്ച്ഡ്. ഇന്നലെ കണ്ട വ്യക്തി തന്നെയാണ് ഇപ്പം നിൽക്കുന്നത്. പക്ഷേ മാരേജോടുകൂടി പദവി മാറി. ഭർത്താവും ഭാര്യ ആ ഒരു ചേഞ്ച് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ ആ പദവിയിലേക്ക് അതിലേക്ക് കാലി ചവിട്ടുക ഇല്ല എങ്കിൽ ഒരു പ്രയോജനമില്ല വിവാഹം നടത്തുന്നതിന്. അതുപോലെ തന്നെ ഒരമ്മ കുഞ്ഞുണ്ടായി കഴിയുമ്പം ഇതുവരെയും കളിച്ച് നടന്ന വ്യക്തിയല്ല, ബിക്കം എ മദർ. അമ്മയെന്നുള്ള റെസ്പോൺസിബിലിറ്റിക്ക് ആ സ്ത്രീ മാറുന്നതായിട്ട് സ്ത്രീകൾ പലപ്പോഴും അത് ചെയ്യുന്ന വ്യക്തമായിട്ട് ചെയ്യുന്നു. പുരുഷന്മാർ അവരിങ്ങനെ ലാടനയിൽ കൊഞ്ചിക്കൊണ്ട് വളർത്തിക്കൊണ്ട് വന്നിട്ട് എല്ലാം കൊടുത്തും പഠിപ്പിച്ച് വെച്ചിട്ട് അവസാനം കുഞ്ഞുണ്ടാകുമ്പോഴത്തേക്ക് കൊച്ചുങ്ങളുണ്ടാകുമ്പോൾ അവരുടെ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ അവർക്ക് ഒക്കുന്നില്ല. ബിക്കോസ് ഫസ്റ്റ് ഓഫ് ഓൾ ദേ ആർ നോട്ട് ട്രെയിൻഡ്, ഇല്ലേ? കറക്റ്റ്, സമ്മതിക്കുന്നു. പക്ഷേ ഈ റെസ്പോൺസിബിലിറ്റി എടുക്കണമെങ്കിൽ ഉള്ളിലൊരു ബലം വരണം. ഇതെൻ്റെ ചുമതലയാണ്. ദൈവം ഇട്ടുകൊടുത്താൽ അത് പ്രവർത്തിക്കണമെങ്കിൽ പ്രത്യേക കൃപ വേണം. അത് പലപ്പോഴും നമ്മളെ തന്നെ പല പുരുഷന്മാരും അവരോട് ചോദിക്കാമെങ്കിൽ ഒരു പ്രായം മക്കളെ വളർത്തിയത് എങ്ങനെയാണ്, ഞാൻ ചിലതിലൊക്കെ തെറ്റ് പറ്റിപ്പോയി, അതായിരിക്കും അവരാദ്യം പറയുന്നത്. അല്ല, എൻ്റെ മകനെ ഞാൻ ശരിയായിട്ട് വളർത്തിയെന്ന് പറയുന്ന വ്യക്തികൾ എത്ര പേരെ കണ്ടിട്ടുണ്ട്, ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ എത്ര പേരോട് ഞാൻ സംസാരിക്കാറുണ്ട്. ഞാൻ എൻ്റെ ഓർമ്മയിൽ ഒരൊറ്റ വ്യക്തി മാത്രം എൻ്റെ കണ്ണിൻ്റെ മുമ്പ് വന്നിട്ട് ആ മനുഷ്യൻ എപ്പോഴും എൻ്റെ മക്കളെല്ലാം നല്ല നിലയിലാണ്. അല്ല, പഠിത്തമല്ല ഞാൻ ഉദ്ദേശിച്ചത്, അവരൊക്കെ പഠിച്ചിട്ടുള്ളവർ. പക്ഷേ ആ ദൈവത്തിൻ്റെ ആ ബേസിക് ഫൗണ്ടേഷനിൽ അവർ ഉറച്ചു നിൽക്കുന്നെന്ന് പറയുമ്പോൾ ഒരു പ്രാഗൽഭ്യമുണ്ട്. ആ അപ്പനത് പറയാൻ, കാരണം അപ്പൻ അങ്ങനെ പഠിപ്പിച്ചിട്ടുള്ളൂ. അങ്ങനെ എത്ര പേർക്ക് പറയാൻ സാധിക്കും? അപ്പോൾ അങ്ങനെയുള്ള അപ്പന്മാരും ഉണ്ട്. ദറ്റ് ഈസ് എ ഗ്രേറ്റ് തിങ്. എന്തിനാണ് ഇതിനകത്ത് എടുക്കുന്നത്? മർക്കോസിൻ്റെ സുവിശേഷം ഒത്തിരിയും അതിശയങ്ങൾ എഴുതി വച്ചിരിക്കുന്നത് കർത്താവിൻ്റെ പ്രവൃത്തികളാണ്. ഇതിനകത്ത് ഭാഗം 2-ാം അധ്യായത്തിൻ്റെ കുറച്ച് ഭാഗം വായിക്കാം. ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെയും കഫർന്നഹൂമിലെത്തി. കഫർന്നഹൂം എന്ന് പറയുന്നത് കർത്താവിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സാണ്. വില്ലേജ് ഓഫ് പീസ്ഫുൾ റെസ്റ്റ് എന്നാണ് അതിന് പറയുന്നത്. പിന്നെ അവിടെ എത്തിയപ്പോൾ അവൻ വീട്ടിൽ ഉണ്ടെന്ന് ശ്രുതിയായി. ഉടനെ വാതിൽക്കൽ പോലെ ഇടമില്ലാത്തവണ്ണം പലരും വന്നുകൂടി. എന്താ കർത്താവ് എല്ലാവർക്കും ഫ്രീ ആയിട്ട് സർവീസ് ചെയ്യല്ലേ? അങ്ങനെയുള്ളപ്പോൾ എല്ലായിടത്തും ആളുകൾ വരുമല്ലോ. നമ്മൾ തുറന്നിട്ട് കൊടുക്കാൻ ആളുകൾ വരും. അതായത് കള്ളനും കവർച്ചക്കാരനും ജൂതനും ആവശ്യമുള്ളവരും കയറി വരും. ദൈവം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ എല്ലാവരും ഓടി വന്നിട്ടുണ്ട്. ഇടമില്ലാത്തോണം പലരും വന്നുകൂടി. അവൻ അവരോട് തിരുവചനം പ്രസ്താവിച്ചു. എന്താ വചനം പറഞ്ഞതെന്ന് ഇവിടെ എഴുതിയിട്ടില്ല. അപ്പോൾ നാലാളുകൾ ഒരു പക്ഷപാതക്കാരനെ ചുവന്ന് അവൻ്റെ അടുക്കൽ കൊണ്ടുവന്ന്. സിമ്പിളായിട്ട് ചിന്തിച്ചാൽ മതി. ഈ 4 പേർക്കും അറിയാവുന്ന വ്യക്തിയായിരിക്കണം. അല്ലാതെ ഒരാൾ റോഡിൽ കണ്ട ഒരാൾ പിന്നെ ചുരുട്ടിക്കെട്ടിയൊന്നും കൊണ്ട് ആരും ചെയ്യാൻ പോകുന്നില്ല. ദേ മസ്റ്റ് ബി ഫ്രണ്ട്സ്. 4 ആൾ ഒരു പക്ഷപാതക്കാരനെ ചുവന്ന് അവൻ്റെ അടുക്കൽ. പുരുഷാര നിമിത്തം അവനോട് സമീപിച്ചുകൂടായാൽ അവനിരുന്ന സ്ഥലത്തിന് മേൽക്കൂര പൊളിച്ച് തുറന്ന് പക്ഷപാതക്കാരനെ കിടക്കയോടെ ഇറക്കി വെച്ചു. എന്താണ് അവരുടെ ഉദ്ദേശം? എങ്ങനെയെങ്കിലും ഈ മനുഷ്യനെ യേശുവിനെ മുമ്പിൽ കൊണ്ടുവരണം. നമ്മുടെ പർപ്പസ് അതായിരിക്കണം. 4 പേര് കാണുന്നില്ല, എങ്ങനെയെങ്കിലും ഈ വ്യക്തി യേശുവിനെ മുമ്പിൽ കൊണ്ടുവരണം. അങ്ങനെ എത്ര പേര് ചെയ്യും? നമ്മൾ സുവിശേഷം പറയുമ്പോൾ പലരും എന്നോട് ഒത്തിരി പേര് വിളിച്ച് പ്രെയർ റിക്വസ്റ്റുകൾ പറയും. പലപ്പോഴും സ്ത്രീകളാണ് എന്നെ വിളിക്കുന്നത്. ആൻഡ് ഐ പ്രിഫർ ടു ടോക്ക് ടു വിമൺ. പുരുഷന്മാർക്ക് ഇഷ്ടം പോലെ വേറെ ഉപദേശം കൊടുക്കുന്നവരുണ്ടല്ലോ. ഈ സ്ത്രീകൾ വിളിക്കുമ്പോഴെല്ലാം ഞാൻ അവർ നോട്ട് ചെയ്യുന്നത്, അവർ വളരെ വേദനപ്പെട്ട് വിളിക്കുമ്പോഴെല്ലാം ഞാൻ പറയും, എന്തിനാ ഇങ്ങനെ കിടന്ന് ഭയപ്പെടുന്നത്? നമുക്കൊരു ദൈവമില്ലേ? ആ ദൈവം നിന്നെ കരുതുന്നതാണെന്നുള്ളൊരു ബോധം.
ഒന്നാമത് വീട്ടിലുള്ള സാഹചര്യം കൊണ്ടാണ് നിവൃത്തി. അപ്പോൾ ഞാൻ ഒരാഴ്ച സമയം കൊടുക്കും, എടുത്ത് വെച്ചിട്ട് ഇന്ന ഭാഗങ്ങൾ വായിക്കുക, വേദപുസ്തകത്തിൻ്റെ പല പ്രാവശ്യം ഒരേ വാക്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അടുത്ത ആഴ്ച എന്നെ വിളിക്കുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം, അങ്ങനെ ചെയ്യുന്നവർക്ക് വ്യത്യാസം കാണുന്നുണ്ട്. ആ ആശ്വാസത്തിൻ്റെ വചനം വേദപുസ്തകത്തിൽ നിന്നാണ് കൊടുക്കേണ്ടത്. നമുക്കിപ്പം വല്ല സൈക്കോളജി പഠിച്ചിട്ടും പറഞ്ഞു കൊടുക്കാൻ അറിയാം, പഠിച്ച് പരിചയമുള്ളതിലും അതിനകത്തൊന്നും അല്ല പ്രസക്തി ഇരിക്കുന്നത്. വേദപുസ്തകത്തിൽ ഇല്ലാത്ത ജീവിതത്തിന് പറ്റിയ പ്രയാസങ്ങൾക്ക് പറ്റിയ ഉപദേശം അല്ലെങ്കിൽ ഉത്തരം കൊടുക്കാൻ ഈ വേദപുസ്തകത്തിൽ ഇല്ലാത്ത ഏത് കാര്യമാണ് ഉള്ളത്? ഏത് സാഹചര്യം എടുക്കുക, ഇതിനകത്ത് തന്നെ ഒരു ഉത്തരമുണ്ട്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിന് വേണ്ട എല്ലാ കാര്യങ്ങൾക്കും ഇതിനകത്ത് ഉത്തരമുണ്ട്. നമ്മൾ നമ്മുടെ ബുദ്ധിക്ക് അനുസരിച്ച് കൊടുക്കുന്ന അതിനൊക്കെ വലിയ പ്രസക്തിയാണ്. പക്ഷേ വേദപുസ്തകം ഇപ്പോൾ പ്രസംഗിക്കാനൊക്കെ ആണല്ലോ, നമ്മൾ വേദപുസ്തകത്തിൽ തന്നെ ഉത്തരങ്ങളുള്ളത് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ പഠിക്കണം. അതിനായി ആ വേദപുസ്തകം എഴുതി വെച്ചിരിക്കുന്നത്. നമ്മുടെ ബുദ്ധിയും നമ്മുടെ വലിയ ഡിഗ്രി അല്ല ദൈവം ചോദിക്കുന്നത്. കർത്താവ് എന്ത് ചെയ്തു എന്നുള്ളത് കാണിച്ചു കൊടുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. കർത്താവിനടുക്ക് കൊണ്ടുവന്ന് അവൻ എങ്ങനെയാണെന്നേലും കൊണ്ടുവന്ന് വെച്ചു. യേശു അവരുടെ വിശ്വാസങ്ങൾ, അവരുടെ പ്രവൃത്തി, അവരുടെ വിശ്വാസം, അതായത് വിശ്വാസം ഖനീഭവിക്കുമ്പം പ്രവൃത്തിയായി മാറി. ഈ യേശു ചെയ്യുമെന്നുള്ള ഉറപ്പല്ലേ അവരെ കൊണ്ടുവന്ന്. അവിടെ നിർത്താമല്ലോ. ഈ യേശു ചെയ്യുമെന്നുള്ള ഉറപ്പ് എനിക്കുണ്ടെങ്കിൽ ഞാൻ എന്തും കൽപ്പിച്ച് നമ്മൾ ഈ വലിയ ഡോക്ടേഴ്സിനെയൊക്കെ കണ്ടുപിടിക്കും. ഇപ്പോഴത്തേക്ക് ആശുപത്രി കയറി എന്നാ ഒരു ചിലവാണ്. കയറുന്നതിന് മുമ്പേ 1 ലക്ഷം എന്നാ കെട്ടിവെക്കാതെ അവർ പേഷ്യൻറ്റിനെ നോക്കത്ത് പോലും ഇല്ല. എന്ത് മെഡിക്കൽ സിസ്റ്റമാണ് നമുക്ക് തന്നെ അറിഞ്ഞുകൂടെ. എല്ലാ സിസ്റ്റങ്ങളും റോട്ടണായി മാറിയിരിക്കുക. അപ്പം ഈ പൈസ ഇല്ലാത്തൊരു എന്തു കൊടുക്കും? ഭർത്താവിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. നമുക്ക് എങ്ങനെയെങ്കിലും ഈ ഡോക്ടറിനെ കാണണം എന്നുള്ള ആഗ്രഹത്തിലുള്ള കാശെല്ലാം ചിലവാക്കി കൊടുത്ത് അവസാനം ഒന്നുമില്ലാത്ത ഗതികെട്ട അവസ്ഥയിലോട്ട് നീങ്ങുക. മനുഷ്യർക്ക് അതിനൊന്നും ഒരു കുഴപ്പമില്ല. എന്നാൽ അത്രയും തീക്ഷ്ണതയോടെ ആരെങ്കിലും പ്രാർത്ഥിക്കാനൊന്നും വരുന്നുണ്ടോ ദൈവത്തെക്കുറിച്ച് പറയാൻ? ഭർത്താവിന് അങ്ങനെയുള്ളവരെ കണ്ടിട്ടുണ്ടോ? പണ്ട് കാലങ്ങളിലുണ്ടായിരുന്നു. ഒരു വീട്ടിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ ആളുകൾ വന്ന് 3 ദിവസം ഇരുന്ന് പ്രാർത്ഥിച്ചു. 3 ദിവസം കുറഞ്ഞത്. അങ്ങനെ എത്രയിടത്ത് ഞാൻ പോയിട്ടുണ്ട് വചനം കൊടുക്കാൻ. അവിടെയെല്ലാം വിടുതൽ ഞാൻ കണ്ടിട്ടുമുണ്ട്. ഇപ്പം 3 ദിവസം ഇരിക്കാൻ വേണ്ടി 3 മണിക്കൂർ ഇരിക്കാൻ ആളുകൾക്ക് നേരമില്ല. സത്യം പോലെ അറിയണമല്ലോ. അതാ പറഞ്ഞു, യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതം, മകനെ നിൻ്റെ പാപങ്ങൾ മോചിച്ചു വന്നിരിക്കുന്നതെന്ന് പറയും. ഈ ഒറ്റ വിളി കേൾക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ. അതാണ് അതായത് പക്ഷപാതപ്പെട്ട് ഒന്നിനും കൊള്ളാതെ മനുഷ്യരാൽ അവഗണിച്ച ഒരു മനുഷ്യനെ ക്രിസ്തുവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നപ്പോൾ യേശു വിളിക്കുന്നത് മകനെ എന്നാണ്. അത് പോരെ നമുക്ക്? ഞാൻ മകനെ ആണെങ്കിൽ എൻ്റെ കാര്യം കരുതുന്ന ഒരു പിതാവ് എനിക്കില്ലേ? ആ മകനെ എന്നുള്ള വിളിക്കകത്താണ് നീതീകരണം ഭരിക്കുന്നത്. കർത്താവ് ജസ്റ്റിഫൈ ചെയ്ത് കഴിഞ്ഞു. ഇവൻ എന്നെ പാപിയാണ്, ഇവന് പാപം ചെയ്തു, അവൻ്റെ അപ്പം പാപം ചെയ്തിട്ടാണ് ഇവനെ പാരലൈറ്റിക്കായിട്ട് അല്ലെങ്കിൽ തളർവാദിയായിട്ട് കിടക്കുന്നതെന്നൊന്നും യേശു പറഞ്ഞില്ല. യേശു അവനെ ഒരു വിളി വിളിച്ച ഒരു വിളിക്കകത്ത് മകനെ എന്ന് നമുക്ക് വിളിച്ച് പ്രാർത്ഥിക്കാൻ കൃപ വരണം. എൻ്റെ മക്കൾ ദൈവത്തിൻ്റെ മക്കളാണ്. അവർ എന്നെക്കാട്ടിൽ ശ്രേഷ്ഠന്മാരായി മാറിയിരിക്കുന്നു. അവർ യോസഫിനെ പോലെ ഉയർന്നു. അപ്പോൾ ഇതിനകത്ത് ഈ നീതീകരിക്കുന്ന ഒരൊറ്റ വിളി സംഭവിച്ചതേ ഉള്ളൂ, മകനെ. അവിടെ ഒരു നീതീകരണം നടന്നു. അപ്പോൾ ഈ നീതീകരണം കൊണ്ട് എന്തെല്ലാം കാര്യം നടന്നു? ദ റിലേഷൻഷിപ്പ് ഹാസ് ചേഞ്ച്ഡ്. ദൈവവും ഈ മകനുമായിട്ട്, അതായത് ഈ അസുഖമായിട്ട് കൊണ്ടുവന്ന പാരലൈസിസ് ചെയ്ത് തളർവാദിയായി കൊണ്ടുവന്നതിനും യേശു ഇപ്പം ബന്ധമായി മകന്. കറക്റ്റ് ഒരു നിമിഷം കൊണ്ടും ഇതുവരെ ഇവൻ പാപിയാണ് രോഗിയാണെന്ന് പറഞ്ഞെടുത്ത് ദ മിയർ അഡ്രസ് മകനെ എന്ന് വിളിച്ചപ്പം കണക്ഷൻ കറക്റ്റായത് കണ്ടോ? മകനെ. ഇറ്റ് ഇസ് എ മാറ്റർ ഓഫ് ജസ്റ്റിഫിക്കേഷൻ. അത് ഇറ്റ് ഈസ് നെവർ, അതായത് as though he is never sinned. മകനെന്ന് എന്നെ വിളിച്ചില്ലേ? അപ്പോൾ ദ റിലേഷൻഷിപ്പ് ഈസ് ചേഞ്ച്. ജസ്റ്റ് as I never sinned. അതാണ് കർത്താവ്. നോക്കും, ഇവന് പാപമുണ്ട്, പക്ഷേ കർത്താവ് പറഞ്ഞു നിൻ്റെ പാപം ഞാൻ ക്ഷമിച്ചെന്ന് അടുത്ത പ്രാവശ്യം പറയുന്നുമുണ്ട്. കാരണം മനുഷ്യർക്ക് പിടിക്കാത്ത ഇതാണല്ലോ. വി ആർ ഗിവൺ പ്രിവിലേജ്. എന്ത് പ്രിവിലേജ്? മകൻ. access to the presence of God. മകനെന്ന് വിളിച്ച നിമിഷത്തിൽ അവൻ്റെ അന്തരാത്മാവിൽ അവന് മറന്നു കിടന്നതായ അവൻ ആരെന്നുള്ള ബോധം തിരിച്ചു കൊടുക്കുക ചെയ്തത്. മകൻ, നീ എൻ്റെ മകനാണ്. മുടിയനായ പുത്രൻ്റെ അടുക്കൽ, പുത്രൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നത്, അപ്പൻ്റെ അടുക്കലേക്ക് മകൻ തിരിച്ചു വരുമ്പോൾ ഈ മകനെ കാണുമ്പോൾ അപ്പൻ്റെ കൈ, അതായത് ഇടത് കൈ പുറകിലും ഇടത് കൈ ഇങ്ങനെ പിടിക്കുകയും വലത് കൈ പുറത്തും വയ്ക്കുന്നതാണ് പടം വരച്ചു വെച്ചിരിക്കുന്നത്. സ്നേഹം, ബന്ധം പുനഃസ്ഥാപിച്ചു. ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുകയാണ് ചെയ്തത്.
അപ്പം നമുക്ക് ജീവിതം പെട്ടെന്ന് വ്യത്യാസമായി. കാരണം ഇവൻ്റെ തളർവാദിയായിട്ട് കർത്താവ് പറയുന്നു, കർത്താവ് നോക്കി വെച്ചു, മകനെ നിൻ്റെ പാപം മോചിച്ചിരിക്കുന്നു. കാരണം നീ പിശാചിന് അടിമയായിട്ട് നടക്കുന്നതിന്, ഇങ്ങനെ തളർവാദിയായിട്ട് കിടക്കുന്നത് നീ എൻ്റെ മകനാണ് എന്ന് പറഞ്ഞ നിമിഷത്തിൽ അവൻ്റെ രോഗം മാറിയിട്ട് അവന് എഴുന്നേറ്റ് നടക്കാനുള്ള കൃപ കിട്ടുകയാണ്. പാപം മോചിച്ച്. അത് കേട്ടപ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അറിയാം, അവിടെയുള്ള പരിസരക്കും കൂടെ ഇരുന്നവരൊക്കെ ഇവൻ ആരാണ് ഈ അധികാരം കൊടുത്തിരിക്കുന്നതെന്നുള്ളൊരു ദൈവദൂഷണമെന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ തുടങ്ങി. അന്നേരം എന്താ ദൈവം പറഞ്ഞു, ഇത് മനസ്സുകൊണ്ട് ദൈവം അറിഞ്ഞിട്ട്, കർത്താവ് പറയുന്നു, മനസ്സിൽ ഗ്രഹിച്ചിട്ട് പക്ഷേ നിൻ്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നു. കിടക്കയെടുത്ത് നടക്കുക എന്ന് പറയും. ഏതാകുന്നു എളുപ്പം? കിടക്കയെടുത്ത് നടക്കുക. എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോ. അപ്പോൾ ഈ ക്രിസ്തുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതം മാറി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇവൻ എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അവൻ്റെ ജീവിതം മാറ്റിമറിച്ചു. അതാണ് യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നതിൻ്റെ പ്രയോജനം. നമുക്ക് രോഗി ആശുപത്രി കൊണ്ടുപോയി ലക്ഷക്കണക്കിന് കാശ് കൊടുത്ത് രോഗം സൗഖ്യമായിട്ട്, പക്ഷെ ആളിൻ്റെ സ്വഭാവമൊന്നും മാറത്തില്ല. ഐ ഹാവ് സീൻ ഇറ്റ്. ഇപ്പം എൻ്റെ തന്നെ അപ്പൻ്റെ കാലത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, വലിയ അസുഖം കൂടി. എൻ്റെ ബ്രദർ വലിയൊരു ഡോക്ടറായിരുന്നു. അപ്പോൾ എന്നാൽ പിന്നെ വെല്ലൂർ അറിയാമല്ലോ എന്ന് വെച്ചാൽ അവിടെ കൊണ്ടുപോയി വെല്ലൂർ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ 2-3 ആഴ്ച ഒരു ടെസ്റ്റിങ് മാത്രമാണ്. എന്താണെന്ന് കണ്ടുപിടിക്കണമല്ലോ, വേറെ ആശുപത്രിയുടെ ഒന്നും അവർ നോക്കൂല. അത് കഴിഞ്ഞിട്ട് ഇവർ തീരുമാനം എടുക്കുമ്പോഴത്തേക്ക് ഒരു കാലമാകും. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ മരിച്ചു എന്നും പറഞ്ഞവർ പറഞ്ഞു വിട്ടു. നമ്മൾ തിരിച്ച് ആംബുലൻസിൽ വീട്ടിൽ കൊണ്ടുവരുന്നുണ്ട്. മരിക്കുന്നും പറഞ്ഞ് എന്നെ കൊണ്ടുപോയി. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് പ്രാർത്ഥനാപരമുള്ള സ്ത്രീയാണ്. അമ്മ രാവും പകലും പ്രാർത്ഥിച്ചു, ഞങ്ങളും പ്രാർത്ഥിച്ചു. പക്ഷേ അമ്മയാണ് മെയിനായിട്ട് പ്രാർത്ഥിച്ചത്. അന്ന് കർത്താവിൻ്റെ രക്തം എൻ്റെ അപ്പൻ്റെ സിരകളിൽ കൊടുക്കുന്ന അമ്മ കണ്ടു. എന്താ അമ്മയോ അല്ല സിസ്റ്ററോ ആരോ കണ്ടു. തിരിച്ചു വന്നപ്പം ബ്ലഡ് കൊടുക്കാൻ വെച്ചിരുന്ന ആശുപത്രിയിൽ ആരും വരുന്നില്ല. കർത്താവ് മാറ്റി. എൻ്റെ രക്തം കൊടുത്തു, ഇനി മെല്ലോൻ്റെ രക്തം ഒഴിക്കണം. അത് കഴിഞ്ഞ് അച്ചാച്ചനെയൊക്കെ വീട്ടിൽ കൊണ്ടുവന്നു, മാലക്കര ആശുപത്രി കിടത്തി. അത് കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്നു. എല്ലാവരും മരിച്ചു വന്നു. വരുന്നവരെല്ലാം പ്രാർത്ഥിക്കാനാണ് പറഞ്ഞു. പ്രാർത്ഥന വീണ്ടും അച്ചാച്ചൻ സൗഖ്യമായി. 8 വർഷം വീണ്ടും അച്ചാച്ചൻ ജീവിച്ചു, എൻ്റെ ഫാദർ ജീവിച്ചു. പക്ഷെ ആ സമയം കൊണ്ട് വിശുദ്ധീകരിക്കുന്ന ഒരു പ്രോസസ്സ് നടന്നു. സ്വന്തം കഴിവിൽ നിന്ന് മാറി യേശുവിലേക്ക് കടന്നു വരാൻ. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ അപ്പൻ അമേരിക്കയ്ക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യമായിട്ട് എന്നെ സൗദിക്ക് കൊണ്ടുപോകണം. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛനൊരു വിശുദ്ധനാകാം ആദ്യമേ, അത് കഴിയുമ്പോൾ ഇതെല്ലാം ശരിയാണെന്ന് പറഞ്ഞു. അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഏതായാലും 1 വർഷത്തിനകം ഞങ്ങൾ കൊണ്ടുവരാൻ വിസായും എല്ലാം എടുത്ത് വന്നപ്പോഴത്തേക്ക് അച്ഛൻ ആ ആഴ്ച തന്നെ അച്ഛൻ മരിക്കുകയാണ് ചെയ്തത്. സ്വർഗത്തിലെ അപ്പച്ചൻ അതായിരുന്നു പ്രാധാന്യം. ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാവരും വിശുദ്ധരായി കാണണം. അത് ദൈവത്തിന് നിർബന്ധമാണ്. നമ്മൾ ഏത് സ്ഥിതിയിലിരിക്കുന്നവരെ യേശുവിന് മുമ്പിൽ കൊണ്ട് കൊടുത്താൽ മതി. നമ്മളവരെ വിധിക്കുമൊന്നും വേണ്ട, കർത്താവിൻ്റെ മുമ്പിലേക്ക് കൊണ്ട് കൊടുക്കാം. നാഥ, എത്ര നല്ലവനായ ഒരു ദൈവമാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് നിന്നെ കാണാൻ ഞങ്ങൾക്ക് പാടുന്നത് വെച്ചാൽ ഞങ്ങളിലുള്ള ഈ മുൻവിധി, അത് ദുഷ്ടകണ്ണ് തന്നെയാണ്. ആ ദോഷ ചിന്തകൾ ഞങ്ങളുടെ കിടപ്പുണ്ട്. പക്ഷെ അതെല്ലാം എടുത്ത് ദൂരെ കളഞ്ഞേച്ച് നീ കാണുന്നത് പോലെ ഓരോ വ്യക്തികളെ കാണാനുള്ള കൃപ തരണം. ഒരല്പം ഒന്ന് ചിന്തിച്ച് നിൽക്കുക. ഇത് ഈ മനുഷ്യൻ യേശുവിൻ്റെ മുമ്പിൽ എങ്ങനെയാണ്, ദൈവം ഇവനെ എങ്ങനെയാണ് കാണുന്നത്? നമ്മൾ പറയുന്നതുകൊണ്ട് ആ മനുഷ്യൻ യേശുവിനെ കാണാൻ ഇടയാകുമോ? നമ്മുടെ ഒരു പ്രവൃത്തി കൊണ്ട് അവർക്ക് വ്യത്യാസം. എപ്പോഴും മറ്റുള്ളവരുടെ കുറവുകൾ മാത്രം കണ്ടുപിടിക്കുന്ന ഒരു കണ്ണ് നമുക്കുണ്ടെങ്കിൽ അതിനെ എടുത്തു കളയണം. പുതിയൊരു ദൃഷ്ടി ഇട്ട് തരണം. ക്രിസ്തുവിൻ്റെ ആ തളർവാദിയ പക്ഷപാതക്കാരനെ 4 പേര് പിടിച്ചുകൊണ്ടുവരാൻ തക്കവണ്ണം നീ അവർക്ക് മനസ്സ് കൊടുത്തതിന് നന്ദി പറയുന്നു. ദൈവം അനുവദിക്കാതെ അതും സംഭവിക്കത്തില്ല. അവരുടെ വിശ്വാസം കണ്ട് ദൈവം അതിശയിച്ചു. സാധാരണ ആരും ചെയ്യാത്തൊരു കാര്യമല്ലേ കർത്താവേ. അങ്ങനെ കർത്താവിനെ പോലും ആശ്വസിപ്പിച്ച ഒരു കാര്യം വേദപുസ്തകത്തിൽ നടന്നല്ലോ. ഞങ്ങൾ നിൻ്റെ മുമ്പിൽ വരുമ്പോൾ ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ നിൻ്റെ കണ്ണുകൊണ്ട് നോക്കുമ്പം അത് വിശുദ്ധമാണോ? അങ്ങനെ ചെയ്യുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണം. അത് അനേക കുടുംബങ്ങൾ ഭാരത്തിലും പ്രയാസത്തിലും അവരുടെ ആവശ്യങ്ങൾ വചനം കേൾക്കുമ്പോൾ തന്നെ നീയുമായിട്ടുള്ള ബന്ധം സ്ഥിരപ്പെടുത്തി കൊടുക്കണം. മകനെ, മകളെ എന്ന് വിളിക്കുന്ന ശബ്ദം അവർ കേൾക്കണം. പലപ്പോഴും ഞാൻ പറയുന്നത് നിങ്ങൾ തന്നെ ഇത് കേട്ടേ പറ്റൂ. ഞാൻ പറഞ്ഞുകൊണ്ട് ശരിയാകത്തില്ല. ദൈവം പറയുന്നത് കേൾക്കണം. ഉള്ളിലെ ചെവികൾ തുറന്നു കൊടുക്കപ്പച്ച. അങ്ങനെ പാപങ്ങളെ ക്ഷമിക്കുകയും മകനെ നീ അവകാശിയായി മാറി എന്നുള്ള ബോധം കിട്ടുമ്പോൾ അവൻ പൂർണ്ണമായിട്ടും സൗഖ്യമുള്ളവനായി മാറുന്നു. എൻ്റെ ഒരു വചനം മതി, ഒരു വാക്കുകൊണ്ട്
സൗഖ്യം കൊടുക്കുകയല്ല, പുനർജീവിപ്പിക്കുക തന്നെയല്ല, പറുദീസയുടെ അവകാശത്തിൽ അപ്പനും മക്കളെന്നുള്ള പദവി പോലും കൊടുത്ത് മാനിപ്പിച്ച ദൈവത്തിന് നന്ദി. പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കാൻ ഓടി വന്നതിന് സ്തോത്രം. ഇതുപോലെയുള്ള സാഹചര്യങ്ങളിലെ പല കുടുംബങ്ങളുണ്ട്. അവിടെയെല്ലാം നിൻ്റെ കരങ്ങൾ കടന്നു എന്നിട്ട് നീ അവരെ തൊട്ട് സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കും. വചനത്തിൻ്റെ കൂടെ നിൻ്റെ സാന്നിധ്യമാണല്ലോ പോകുന്നത്. അങ്ങനെ സംഭവിക്കട്ടെ. പ്രാർത്ഥന കേട്ട് വഴിമാറി നിൽക്കുന്ന കുഞ്ഞുങ്ങളെ മാർവോട് ചേർത്ത് തിരിച്ചു കൊണ്ടിരുന്ന സ്നേഹത്തിനും നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.